പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. പത്തനംതിട്ട കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഏനാദിമംഗലം പട്ടാഴി വടക്കേ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുമലപ്പാറ അഥവാ ആയിരം തൂണി മല എന്നറിയപ്പെടുന്നത്. ഈ മല കാണാൻ അല്ലെങ്കിൽ ഈ പാറ കാണാൻ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി കടന്നു വരുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് തികഞ്ഞ പരാജയമാണെന്നുള്ള കാര്യം ചില ആളുകൾ നമ്മളോട് സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വഴിയിൽ കൂടിയാണ് പട്ടാഴി വടക്കേ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തൂടെ കടന്നു വന്ന് ഈ മലയിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ വരെ മാത്രമാണ് റോഡുള്ളത്. ഇത് മുന്നോട്ട് പോകാനുള്ള വളരെ ദുർഘടകരമായ അവസ്ഥയാണ്. അടിസ്ഥാന സൗകര്യങ്ങളായ ആളുകൾക്ക് വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ കുടിവെള്ളത്തിന് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് നാട്ടുകാരായ ചില പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ടൂറിസം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും പറയുന്നത്. എന്തായാലും ഈ പാറയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്കും മനോഹരമായ കാഴ്ചകളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ചരിത്രപരമായും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കഥകളാണ് ഈ അഞ്ചുമലപ്പാറയുമായി ബന്ധപ്പെട്ടും ആയിരം തൂണി മലയുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ ആവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തുകൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഒരു 50 മീറ്റർ മാത്രമാണ് മനോഹരമായ റോഡുള്ളത്. അതിനുശേഷം പാറകളും അതോടൊപ്പം തന്നെ ദുർഘടം പിടിച്ച വഴിയും മിറ്റിലിറക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരു ഏകദേശം തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് പാറ. അപ്പം കൂടുതൽ വിശേഷങ്ങൾ ഈ പാറയുടെ മുകളിലേക്ക് കയറി ചെന്ന് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും ഈ വഴി വളരെ ദുർഘടം തന്നെയാണ്. നാട്ടുകാർ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഇതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടും ചരിത്രപരമായ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ നാട്ടുകാരായ ചില ആളുകളും പൊതുപ്രവർത്തകരും വാർത്ത 24 പ്രതികരിച്ചു. പട്ടാഴി വടക്കേക്കരയിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പട്ടാഴി ദേശവുമായി ബന്ധപ്പെട്ട് വലിയ ഐതിഹ്യം നിലനിൽപ്പുണ്ട്. അത് ഏകദേശം 18 മലകൾ കൂടി ചേർന്ന ഒരു പ്രദേശമാണ് ഈ പട്ടാഴി പ്രദേശം. അതിലൊരു മലയാണ് ഈ അഞ്ചുമല. ഈ അഞ്ചുമലയിലാണ് 3 പാറകളുള്ളത്. ഒന്ന് ഓന്തുപാറ, പെരപ്പാറ, മറ്റൊരു അഞ്ചുമല എന്ന ആയിരം തൂണി പാറ എന്ന് പറഞ്ഞാൽ 3 പാറയുണ്ട്. അതിലെ ഓന്തുപാറയിലായി വാർത്ത 24 എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഓന്തുപാറ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ 80% പാറയും പൊട്ടിച്ച് മാറിയ ഒരു സാഹചര്യമുണ്ട്. ഐതിഹ്യപരമായി അർജുനൻ്റെ തേര് ഓടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഓന്തുപാറ എന്നാണ് പഴയ ആളുകളും ഈ നാട്ടിലെ ചില പൊതുപ്രവർത്തകരും വാർത്ത 24 പ്രതികരിച്ചത്. ഈ ഓന്തുപാറയിൽ കൂടി തേര് തെളിയിച്ച് അല്ലെങ്കിൽ തേരിൻ്റെ ചക്രം ഉരുണ്ടുപോയ പാടുകളൊക്കെ ഉണ്ടെന്നാണ് ഐതിഹ്യപരമായ ആളുകൾ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ 80% പൊട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 40 വർഷം മുമ്പാണ്. അതിനുശേഷം ഈ പാറ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഞ്ചുമല പാറ സംരക്ഷണ സമിതി എന്ന ഒരു സമിതി രൂപീകരിക്കുകയും അവരാണ് ഇപ്പോൾ ഈ പാറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത്തരം വിശേഷങ്ങളിലേക്കും ഈ ഓന്തുപാറയ്ക്ക് ശേഷം പെരപ്പാറയും അതിനുശേഷം അഞ്ചുമലപ്പാറയിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ്. അഞ്ചുമലപ്പാറ യഥാർത്ഥത്തിൽ ഐതിഹ്യപരമായിട്ട് ശരി തന്നെ വളരെ പ്രശസ്തമായ പാറയാണ്. നമ്മുടെ അഞ്ചുമലയെന്ന് പറഞ്ഞാൽ പട്ടാഴിക്ക് 18 മലകളുണ്ട്. ഒന്ന് കണക്കാക്കുന്നില്ല, യഥാർത്ഥത്തിൽ 18 മലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഈ അഞ്ചുമല എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കാര്യമായിട്ട് പ്രസക്തമായ രീതിയിൽ ഒരു നടപടി എടുക്കാത്തതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹര രാവിലത്തെ അവിടെ അതിൻ്റെ മുകളിൽ പോയി നിന്നുള്ള കുഴമഞ്ഞൊക്കെ കണ്ടാൽ മൂന്നാറിലും പോകേണ്ട ആവശ്യമില്ല, വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇതത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. പക്ഷേ അതിനെ ആസ്വദിക്കാൻ ഈ നാട്ടുകാർക്ക് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന വിദേശികൾക്കും ആസ്വദിക്കാൻ, അല്ലെങ്കിൽ വിദേശികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കും ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇപ്പം അങ്ങോട്ട് കയറിപ്പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വരുന്നവർക്കുള്ള കുടിവെള്ളത്തിനുള്ള ഒന്നിരിക്കാനുള്ള സൗകര്യം, അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം, ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും ആളുകളെ ഇതിൽ പിന്തിരിപ്പിക്കുന്നത്. അതായത് ഈ പാറ സർക്കാരിൻ്റെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പാറയുടെ ചുറ്റുപാടുള്ള എനിക്ക് എൻ്റെ 60 ലിങ്സ് പാറയുടെ ചുറ്റുമുള്ള സ്ഥലം സർക്കാരിൻ്റെയാണ്. പാറയും സർക്കാരിൻ്റെ തന്നെ. ഈ പാറയായിട്ട് പറയുമ്പോൾ ഈ അഞ്ചുമല പാറയും ഈ സ്ഥലവും പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൻ്റെ മണയറ വാർഡിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും മണയറ വാർഡിൻ്റെ പരിധിപ്പെടും. ഈ വാർഡ് മെമ്പർ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമാണ്. ഒരേ മെമ്പർ തന്നെയാണ്, ജനങ്ങൾ എലക്ട് ചെയ്യുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ടൂറിസം വികസനത്തെ പറ്റിയോ അതിൻ്റെ സാധ്യതകളെ പറ്റിയോ ഈ മെമ്പർ യാതൊരുവിധമായ കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി പലതവണ
അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരതിനകത്ത് താല്പര്യം കാണിക്കാറില്ല. എന്നിരുന്നാൽ തന്നെയും പല ഭാഗത്തു നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസവും ഇവിടെ വന്നു പോകുന്നത്. അവർക്ക് അടിസ്ഥാനപരമായി ടോയ്ലറ്റ് സൗകര്യങ്ങളോ കുടിക്കാൻ വെള്ളമോ സന്ധ്യ കഴിഞ്ഞാൽ വെളിച്ചം പോലും ഇല്ല. നേരെ മറിച്ച് ഇതിൻ്റെ ഒരു 60% ഭാഗം ഏനാദിമംഗലം പഞ്ചായത്തിലാണുള്ളത്. ഏനാദിമംഗലം പഞ്ചായത്ത് അവരുടെ ഭാഗത്ത് മാത്രം വികസനം കൊണ്ടുവരുന്നുണ്ട്. അവർ റോഡൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പാറയിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് കടുവാത്തോട് വന്നിട്ട് കീഴ്ത്രാടി, കലങ്ക്, മണയറ, അഞ്ചുമല, എരമത്തുപടി വഴി ഈ പാറയിലേക്ക് പോകാം. അടൂരിൽ നിന്ന് വരുന്നവർക്ക് ചെളുക്കുഴി ജംഗ്ഷൻ വന്നിട്ട് മണയറ വന്നിട്ട് അഞ്ചുമല, എരമത്തുപടി വഴിയും പോകാം. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ കാണുമ്പോൾ ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിന് വളരെയേറെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ടൂറിസം പദ്ധതിയാണിത്. ഏനാദിമംഗലം പഞ്ചായത്ത് ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ നാളിതുവരെയായും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ ഇവിടെ വേറെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഈ പാറയുടെ മുകളിൽ കയറി അവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് അത് ആസ്വദിക്കാനും മറ്റും വരുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികളടക്കം അത് രാത്രിയിലെ 12 മണിക്ക് ശേഷമൊക്കെ ആളുകൾ വരുന്നുണ്ട് ഈ മഞ്ഞ് കൂടുന്ന കാലയളവ്. അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ഈ പാറയുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ മാറ്റാമെങ്കിൽ ഏനാദിമംഗലം പഞ്ചായത്തിൻ്റെ കുറുമ്പുകര കുന്നിട പ്രദേശത്തിനും പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൻ്റെ മണയറ, മാലൂർ, ചെളുക്കുഴി, കടുവാത്തോട് പ്രദേശങ്ങളുടെയും വികസനത്തിന് ഉതകുന്ന ഒരു നല്ല പരിപാടിയായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഇതാണ് അഞ്ചുമലപ്പാറ. എൻ്റെ തൊട്ട് പുറകിലായി കാണുന്നതാണ് പെരപ്പാറ എന്ന ഒരു പാറ. അപ്പം നാട്ടുകാരായ ചിലർ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ് ഈ പാറ, പട്ടാഴിക്ക് തൊട്ടടുത്ത സ്ഥലമാണ് മണ്ണടി. ആ മണ്ണടി കണ്ടത്തിൽ പൂട്ട് നടക്കുമ്പോൾ ഈ അഞ്ചുമലപ്പാറയിലുള്ള ഈ ചെറിയ കുളത്തിൽ വെള്ളം കലങ്ങുമെന്നുള്ള ചില ഐതിഹ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാറയുമായി ബന്ധപ്പെട്ട് 1000 തൂണി പാറയെന്നും അറിയപ്പെടുന്നു. ഇവിടെ പണ്ട് നെല്ല് വിതച്ചപ്പോൾ ഈ വിതച്ച് കൊയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1000 തൂണി നെല്ല് ഇവിടുന്ന് കിട്ടിയുകൊണ്ടാണ് 1000 തൂണി പാറ എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളും പറഞ്ഞു. എന്തായാലും മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് പട്ടാഴി വടക്കേക്കര പോലെയുള്ള ചെറിയ ഗ്രാമപഞ്ചായത്തിന്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ്. തൊട്ടടുത്ത പഞ്ചായത്താണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത്. ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികൾ ഒന്നിച്ചുകൂടി ഇരുന്നു കൊണ്ട് ഈ പ്രദേശത്തെ ടൂറിസത്തിന് വളരെ അനന്ത സാധ്യതയുള്ള പ്രദേശമാണ്. ഈ വിഷയത്തിൽ രണ്ട് പഞ്ചായത്തും ഒരുമിച്ച് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇത് ഈ പാറ കാണാൻ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലം, മനോഹരമായ വഴികളൊക്കെ നിർമ്മിച്ചുകൊണ്ട് വളരെയധികം ആളുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ അഞ്ചുമലപ്പാറ. സായാഹ്നത്തിലും അതുപോലെ പ്രഭാതത്തിലുമൊക്കെ ഇവിടെ വന്നിരുന്ന് മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ സൂര്യാസ്തമയം പോലെയുള്ള ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യാസ്തമയം വളരെ മനോഹരമായി കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ രണ്ട് പഞ്ചായത്തിനെയും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് ഈ പാറ മറ്റ് ആളുകൾക്ക് കാണാൻ, കേരളത്തിലെ വെളിയിൽ നിന്നും കേരളത്തിനകത്തുമുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഈ പ്രദേശത്തെ ടൂറിസത്തിൻ്റെ അനുയോജ്യമായ ഒരു മേഖലയാക്കി മാറ്റുവാൻ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഞ്ചുമലപ്പാറയിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.